എപ്പിസോഡിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഒലിവർ നൈക്കിൻ്റെ പാസ്റ്റ് ആയിരിക്കും നമ്മളെ കാണിക്കുന്നത്. അവനാണെങ്കിലും വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ ആവണമെന്നായിരിക്കും അവൻ്റെ ആദ്യത്തെ ആഗ്രഹം. അതിനുവേണ്ടി അവൻ കഷ്ടപ്പെടാൻ തുടങ്ങി, ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ തുടങ്ങി. അവൻ അങ്ങനെ വിടരുന്നൊരു പൂവായി മാറി. പക്ഷെ ആ പൂ മുറിച്ച് കളഞ്ഞത്, ആ ടാലൻറ്റ് ഇല്ലാതാക്കിയത് അവൻ്റെ കോച്ച് തന്നെയായിരുന്നു. അവൻ്റെ കോച്ച് അവനോട് പറഞ്ഞു, നീ കളിക്കുന്നൊരു ടീം ഗെയിമാണ്. ഈ ഗെയിമിൽ നീ എത്ര ഗോൾ അടിക്കുന്നതിൻ്റെ അല്ല പ്രാധാന്യം, നിൻ്റെ ടീമിന് നിന്നെക്കൊണ്ട് എത്ര യൂസ് ഉണ്ടാവും എന്നുള്ളതിലാണ് കാര്യം. നിൻ്റെ ടീമിന് ഏറ്റവും യൂസ് നിന്നെക്കൊണ്ട് എവിടെയാണോ അവിടെ വേണം നീ നിൽക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ നമ്മുടെ ഒലിവർ ഐക്യുവിൻ്റെ സ്ട്രൈക്കർ ആവാനുള്ള സ്കിൽ പതിയെ കുറച്ച് ആ കോച്ച് കൊണ്ടുവന്നു. പതിയെ നമ്മുടെ ഐക്യുവിനെ തോന്നി ഇനിയും ഫുട്ബോൾ ഒരു രസമില്ല, ഫുട്ബോൾ പതിയെ അവന് ബോറിംഗ് ആയി. അങ്ങനെ ഇത് നമ്മുടെ ഒലിവർ ഐക്യു അവൻ്റെ കോച്ചിനോട് തന്നെ പറഞ്ഞു. അപ്പം അവൻ്റെ കോച്ച് അവനൊരു പുതിയൊരു സ്വപ്നം കാണിച്ചിരുന്നത് ട്രൂ ലീഗ്, അവിടെ പോയി നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഐക്യു ചോദിക്കും, സാറിന് എപ്പോഴും തോന്നുന്നുണ്ടോ എനിക്ക് വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ പറ്റുമെന്ന്? അപ്പം അവൻ്റെ കോച്ച് പറയും, പിന്നെന്താ, എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്, നീ വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കറാവും. അതിന് ഐക്യു പറയും, എനിക്ക് തോന്നുന്നില്ല എനിക്കിനി വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ പറ്റുമെന്ന്. ആ സ്വപ്നം എന്നേ കഴിഞ്ഞ് വാടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇനിയൊരു ഡിഫൻഡർ ആവാൻ പോവാ. എനിക്കറിയാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സ്ട്രൈക്കറിന് വേണ്ട ക്വാളിറ്റീസ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഷൂട്ടിംഗ് സ്കിൽ, അവരുടെ എയിം എല്ലാം എനിക്കറിയാം. ഇതെല്ലാം ഇവരുടെ ഈ സ്വപ്നം എല്ലാം ആ ഗോൾ പോസ്റ്റിൻ്റെ ഫ്രണ്ടിയിട്ട് അത്ര അടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ നശിപ്പിക്കും. അതാ ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയട്ടെ നമ്മുടെ ഐക്യു നെക്സ്റ്റ് ഡേ തൊട്ട് ഡിഫൻഡറായിട്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവന് മീഡിയകളുടെ ശ്രദ്ധ കിട്ടാൻ തുടങ്ങി. അങ്ങനെ പതിയെ അവന് ജനങ്ങളെ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ അവനെ U20 ടീമിലേക്ക് എടുത്തു. ജപ്പാൻ നാഷണൽ ടീമിലേക്ക് അവൻ സെലക്ഷനായി. അതിനുശേഷം അവനിപ്പം ആ ടീമിൽ തന്നെ കറൻറ്റ്ലി ക്യാപ്റ്റനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് അവർ ഐക്യു ഒലിവർ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് കറൻറ്റ്ലി നമ്മുടെ നാഗിയെ അടുത്തു നിന്ന് ആ ബോൾ ഹെഡ് അടിച്ച് ബോൾ ക്ലിയർ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ആ ബോൾ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ റിന്നിൻ്റെയിലായിരിക്കും. നമ്മുടെ റിന്നാണെങ്കിൽ ഒരു ടിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ഷെദോനെയാണ് പറ്റിച്ച് അവൻ്റെ ഫ്രണ്ടിൽ കൂടെ ബോൾ എടുത്തുകൊണ്ട് വരും. ഐക്യു പറയും, ഈ തവണ എന്തായാലും ഞാൻ എൻ്റെ ഫ്ലവറിനെ ബ്ലൂം ചെയ്യും. അങ്ങനെ പറയിട്ട് നമ്മുടെ റിൻ എങ്ങനെയും തടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ റിൻ്റെ ഫ്രണ്ടിൽ പോകും. അങ്ങനെ ഈ തവണയാണെങ്കിൽ അവൻ അനലൈസ് ചെയ്യാൻ തുടങ്ങും. അവൻ്റെ കണ്ണ് വെച്ച് അവിടെ ഇരിക്കുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെയും അനലൈസേഷൻ അവൻ എടുത്തു കഴിഞ്ഞ് കാണും. എന്നിട്ട് റിൻ അടിക്കാൻ പോകുന്നതിൻ്റെ സാധ്യതകൾ, റിൻ്റെ സ്കില്ലിനെ കുറിച്ച് എല്ലാം അവൻ എടുത്ത് കാണും. റിന് ഗോൾ അടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. ബട്ട് അത് ഏത് സൈഡിലേക്ക് അടിക്കും, എത്ര പെർസെൻറ്റ് ഈ സൈഡിലേക്ക് വരും, എത്ര പെർസെൻറ്റ് ആ സൈഡിലേക്ക് വരുമെന്ന് വരെ നമ്മുടെ ഐക്യുവിന് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ റിൻ അടിക്കാൻ പോയ ആ ഗോളിനെ ആണെങ്കിൽ നമ്മുടെ ഐക്യു ഈസി ആയിട്ട് തടഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ റിൻ പോലും ഒന്ന് ഞെട്ടിപ്പോവും. അങ്ങനെ ആ ബോൾ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഇത്തോഷി സായിഡയിലായിരിക്കും. സായാണ് ഒട്ടും സമയം കളയാതെ ബോളും കൊണ്ട് പോകാൻ തുടങ്ങും. അപ്പോഴേക്കാണ് ഫ്രണ്ടിൽ കാരാസു വന്നിരിക്കുന്നത്. കുറച്ച് ടൈം കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ സമയം കൊണ്ട് അവരുടെ പൊസിഷൻ എടുക്കാമല്ലോ. അപ്പം ഹൈറു, റിയോ, പിന്നെ കാരാസു, ബാച്ചിറ ഇവരെല്ലാം അവരുടെ പൊസിഷൻസ് കളിക്കും. നമ്മുടെ റിയോയുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഷിദു ആയിരിക്കും, ഫ്ലോ സ്റ്റേജിൽ നിൽക്കുന്നത്. നമ്മുടെ റിയോയ്ക്ക് എങ്ങനെയും നമ്മുടെ ഷിദുയെ താണ്ടി ആ ബോൾ തിരിച്ച് നമ്മുടെ പ്ലേയേഴ്സിനെ ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുത്തേ പറ്റൂ. പക്ഷേ ഈ സമയം നോക്കി നമ്മുടെ സായി എന്ത് ചെയ്യും, ബോൾ പാസ് ചെയ്യും നമ്മുടെ ഷിദുവയ്ക്ക് അടിക്കാൻ വേണ്ടി. ഈ സമയത്ത് നമ്മുടെ റിയോ ബോൾ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്, ഇല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം റിയോയുടെ സ്പീഡ് കുറഞ്ഞു വരുന്നു, ഷിദോയുടെ സ്പീഡാണെങ്കിൽ കൂടിയും വരുന്നു. നമ്മുടെ റിയോ ആണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ഷിദോയുടെ മൂവ്മെൻറ്റ്സ് റിസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഷോട്ട് ഷിദോയ്ക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് നമ്മുടെ ഗഗമാറിന് മനസ്സിലായി ഷിദോയ്ക്ക് അടിക്കാൻ പറ്റിയ 2 സൈഡേ ഉള്ളൂ, അത് ഈ 2 സൈഡായിരിക്കും, ഒന്നേ താഴെ മോളി. പക്ഷേ നമ്മുടെ ഗഗമാർ വെച്ച് താഴോട്ടേക്ക് ബോൾ വരുന്നേ പറഞ്ഞ് ഗഗമാർ അന്നോട്ടേക്ക് ഡൈവ് ചെയ്യും. പക്ഷേ ബോൾ താഴേന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ആവുന്ന പോലെ പെട്ടെന്ന് ബോൾ പോവും. പക്ഷേ ഗഗമാർ ഡൈവ് ചെയ്ത് താഴോട്ടായതുകൊണ്ട് ഗഗമാർ വിചാരിച്ചു പോയി. പക്ഷേ അവൻ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഷിദു ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനും തുടങ്ങി. പെട്ടെന്ന് അവൻ താഴേക്ക് കൈ വെച്ചിട്ട് കാല് പൊക്കിയിട്ട് ബോൾ ഡിഫെൻഡ് ചെയ്ത് ക്ലിയർ ആക്കി വിട്ടു ഗോള്. പക്ഷെ ആ ഗോൾ നേരെ ചെന്ന് എത്തുന്നത് വീണ്ടും ഇവരുടെ നടുക്കേക. പക്ഷെ അവിടെ വെച്ച്
ആവശ്യമില്ല, കാരണം ഇവിടെ ഞാൻ എത്തി, ഇനി നിന്നെ ഞാൻ തടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇസാഗി ആണെങ്കിൽ പെട്ടെന്ന് ഞെട്ടാന്ന്, കാരണം സായുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ഓറ തന്നെ പുറത്തു വരാൻ തുടങ്ങി. ഇസായി പറയും, ഇവൻ എൻ്റെ കാൽക്കുലേഷനിൽ തന്നെ ഇല്ലായിരുന്നല്ലോ, ഇവൻ ഇത്രയും ദൂരം ഇവൻ എങ്ങനെ ഓടി എത്തി എന്നൊക്കെ പറഞ്ഞ് ഇസാക്കി ഇങ്ങനെ ആലോചിച്ച് അവൻ പതിയെ ഡൗൺ ആണെന്ന് തോന്നുന്നു. പെട്ടെന്നായിരിക്കും അവൻ ഈഗോ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നത്, നീ ഒരു സ്ട്രൈക്കർ ആണെങ്കിൽ നീ ലാസ്റ്റ് സെക്കൻഡ് നിൻ്റെ ബോൾ പോകുന്നിടം വരെ നീ പോരാടുമെന്ന് പറഞ്ഞു. അത് ഓർത്തുകൊണ്ട് നമ്മൾ ഇസാക്കിയുടെ ഉള്ളിൽ വീണ്ടും ഒരു തീ വന്നു. ഇസാക്കി വീണ്ടും അവൻ്റെ ഫുൾ പവർ എടുത്ത് അവൻ പറഞ്ഞു, അവൻ്റെ കാലിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ആ ബോളെ തൊട്ടാൽ മതി, അത് ഗോൾ കയറുന്ന അവൻ ഉറപ്പാന്ന്. അങ്ങനെ നമ്മൾ ഇസാക്കി അവൻ്റെ ഫുൾ പവർ എടുത്ത് പോകാൻ തുടങ്ങി. ഇസായിക്ക് മനസ്സിലായി അവനെ കൊണ്ട് ഈ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. അവനാണെങ്കിൽ അവൻ്റെ ഫുൾ സ്ട്രെങ്ത്തും ആ ബോളിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്തു. അപ്പോഴായിരുന്നു സായി അവന് ചെറുതായിട്ടൊരു പുഷ് കൊടുത്തു. അവൻ്റെ ബാലൻസ് തെറ്റാൻ തുടങ്ങി. അവന് മനസ്സിലായി ഈ ഗോൾ കയറത്തില്ലെന്ന്. ഇസാഗിയുടെ പാസിൽസ് വീണ്ടും പൊട്ടാൻ തുടങ്ങി. ഇസായിക്ക് മനസ്സിലായി ഈ ഗോൾ ഇനി കയറത്തില്ലെന്ന്. അപ്പോഴായിരിക്കും ദൂരെ നിന്ന് റിൻ പറയുന്നത്, ഇസാഗി എനിക്ക് പാസ് താന്ന്. അപ്പം നമ്മൾ ഇസായിക്ക് മനസ്സിലായി, അതെ റിന് പാസ് കൊടുത്താൽ റിൻ സ്കോർ ചെയ്യുമല്ലോ എന്ന് പറയിട്ട് നമ്മൾ ഇസാഗി എന്ത് ചെയ്യും, അവൻ്റെ പവർ വീണ്ടും തിരിച്ചെടുത്തിട്ട് അവൻ റിന് പാസ് കൊടുക്കും. നമ്മുടെ ഇസായിക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും, അത് നമ്മുടെ ബാർ ക്ലിയർ ആയി കൊടുക്കും. അവൻ പറയും, എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു, നിൻ്റെ ലൈറ്റിനെ തിന്നുക അത്ര എനിക്കുള്ളായിരുന്നു, നീ എവല്യൂഡ് ആവുമ്പോൾ ഞാൻ വന്ന് നിന്നെ ഡിവൈർ ചെയ്യും, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പറയാം, അതൊക്കെ ഓക്കെ, ബട്ട് നീ ഗെയിമിൻ്റെ ഇടയ്ക്ക് വെച്ച് നീ മാഞ്ഞു പോയി, ലാസ്റ്റ് ആയപ്പോൾ നീ തിരിച്ചു വന്നെങ്കിൽ മനസ്സിലായില്ല, അത് നീ എങ്ങനെ? എടാ ഞാൻ പോയതല്ല, എന്നെ നിങ്ങൾ മായ്ച്ചു കളഞ്ഞതാണ്. നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ നിങ്ങളുടെ സ്കില്ലും വെച്ച് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ റിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എടാ നിനക്ക് എന്നെ ഡിവൈർ ചെയ്യുന്നുണ്ട്, നീ എന്നാ റിന്നെ ഫോളോ ചെയ്തേ? എടാ പൊട്ടാ, നിനക്ക് വരെ മനസ്സിലായില്ലേ, നീയും റിൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സെയിം തന്നെ, നിങ്ങൾക്കുള്ള സ്കില്ലും പവറും ഏകദേശമൊക്കെ സെയിം തന്നെ. എനിക്കെന്ന് പറയുമ്പോൾ 2 ഹാർട്ടുള്ള ഒരേ ആൾ, അതാണ് നീയും റിൻ എന്ന് പറയുന്നത്. ഇതേട്ടോ നമ്മൾ ഇസായിക്കൊന്ന് ഞെട്ടിപ്പോയി. കൊള്ളാമല്ലോ എന്ന് പറയട്ടെ. പക്ഷെ അപ്പോഴായിരിക്കും നമ്മുടെ ബാറുവിന് ഒരു യെല്ലോ കാർഡ് കിട്ടുന്ന കാണാൻ. അവൻ്റെ സെലിബ്രേഷൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് ഊരിയില്ലേ, അതിൻ്റെ ജപ്പാൻ തിങ്സ്. ഈ ഗോൾ അങ്ങനെ ബാറു ഒറ്റയ്ക്കൊന്നും പോയി നേടിയതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ പ്ലെയറും അവരവരെ 100% കൊടുത്തപ്പോൾ ഈ ഒരു ഗോൾ ഉണ്ടായേ. ഓരോ പ്ലെയേഴ്സും പരസ്പരം 100% അവരവരെ വിശ്വസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ഗോൾ ഫോം ആയത്. എനിക്ക് റിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ആ ബോൾ അവന് പാസ് കൊടുത്തത്, കാരണം അവൻ എനിക്ക് വരാൻ ഗോൾ സ്കോർ ചെയ്യുന്നുള്ള ആ ഒരു ഉറപ്പ്. നാഗി എനിക്ക് അവിടെ നിന്ന് ആ ബോൾ പാസ് ചെയ്ത് തന്നതിൻ്റെ കാരണം ഞാൻ ഗോൾ അടിക്കുക എന്നുള്ള അവൻ്റെ ഉറപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇതാണോ ഇനി ആ ഫൈനൽ പീസ് ഞാൻ നോക്കുന്നേ? ആ U20 ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഫൈനൽ പീസ് എനിക്ക് കിട്ടിയോ എന്ന് പറഞ്ഞ് ഇസാഗി ആലോചിച്ചുകൊണ്ടിരിക്കുകയും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലെ മാനേജറാണ് വേർത്തൊലിച്ച് അവൻ ഇപ്പം പെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം അവൻ്റെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അവൻ്റെ തല വെട്ടി, അങ്ങനത്തെ അവസ്ഥയില്ല. അപ്പോഴേക്കും നമ്മുടെ സഹായം വേണ്ടി പറയും, ഇങ്ങോട്ടൊരു കാര്യം പറയാം, ഈ സമയം ഒരു മണ്ടത്തരം കാണിച്ചു വെക്കല്ലേ, നമ്മുടെ എല്ലാ പ്ലേയേഴ്സും അവരുടെ 100% ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക, ഇപ്പം നീ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടോ വല്ല ഇറക്കിയ ഫുൾ മാച്ച് തന്നെ മാറുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഷെന്തോയെയും പിന്നെ ഐക്യുവിനെ ആയിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഐക്യു ഷെന്തോയോട് പറയും, നിനക്കറിയാം ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ഓപ്പോസിറ്റ് ടീം എത്ര പവർഫുള്ളാവോ അതനുസരിച്ച് ഷൈൻ ചെയ്യും നമ്മുടെ സ്റ്റാർ പ്ലെയർ. U20 സ്റ്റാർ പ്ലെയർ നീ അല്ലേ, എനിക്ക് നിൻ്റെ ഉള്ളിൽ ഇപ്പനും കാണാൻ പറ്റുന്നുണ്ട് ഷെന്തോ, പോയി അവരെ കോൺകർ ചെയ്യുന്നീ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഷെന്തോ ഫുൾ പവറായിട്ട് പോവും. അതിനുശേഷം ഐക്യു പറയും, ഇനി എൻ്റെ ഫ്ലവർ ബ്ലൂം ചെയ്യാനുള്ള സമയമാ, ഈ കുറച്ചേരം ഞാൻ എന്നിൽ തന്നെ ഫോക്കസ് ചെയ്യട്ടെ എന്ന് പറയും. അതിനുശേഷം അവൻ പറയും, ഈ ജപ്പാനി ഏതെങ്കിലും ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തായാലും എൻ്റെ കൈകൾ നീട്ടിക്കൊടുക്കും സഹായത്തിനായി. പക്ഷേ ഇപ്പം ഞാൻ വാറില്ല, ഈ വാർ എനിക്ക് കോൺകർ ജയിച്ചേ പറ്റൂ.
വാ ബ്ലൂ ലോക്ക്, എന്നെ കോങ്കർ ചെയ്ത് നിങ്ങൾ കാണിക്ക് എന്ന് പറയും. അങ്ങനെ ബ്ലൂ ലോക്കിനെ നമ്മുടെ ഐക്ക് വീണ്ടും ഒന്ന് ചാലഞ്ച് ചെയ്യും. അങ്ങനെ ഇനിയും നമ്മുടെ ലാസ്റ്റ് 15 മിനിറ്റിലേക്ക് നമ്മുടെ മാച്ച് കടന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും മനസ്സിലായി മാച്ചിൻ്റെ ഫൈനൽ പേസ് ഇതായെന്ന്. ബ്ലൂ ലോക്ക് U20 ടീമും എല്ലാവരും ഫുൾ ഓൺ ഫയറിൽ തന്നെ നിൽക്കുമായിരിക്കും ഗൈസ്. എല്ലാവർക്കും ആ ലാസ്റ്റ് ഗോൾ അവരുടെ പേരിൽ എഴുതി വെച്ച് അവർക്കത് നേടണമായിരുന്നു. എല്ലാവരും അവരുടെ സ്റ്റോറിയായിട്ട് തന്നെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എല്ലാവരും കത്തി ജോലിക്കും വരും. ആ കത്തുന്ന തീ ലാവയായിട്ട് മാറിയ ഒരാൾ നമ്മുടെ ബ്ലൂ ലോക്കിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ U20 മാച്ച് തന്നെ അവൻ്റെ കഥയാണ്, അല്ലാതെ ഇസാഗിയുടെ കഥയല്ല. ഈ ഹോൾ മാച്ച് തന്നെ അവൻ്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. അവൻ്റെ ചേട്ടനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും റിൻ ഇനി ഒരു ഗോളും കൂടി അടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് റിൻ കടന്ന് ജ്വലിക്കുമായിരിക്കും അവിടെ നിന്ന്. ഇനി കാത്തിരുന്ന് കാണാം ഗൈസ്, നമ്മുടെ റിന്നാണോ ഇസാഗിയാണോ ലാസ്റ്റ് ഗോൾ അടിക്കുന്നതെന്ന്. ലെറ്റ്സ് സീ.